ഹോളിസ്റ്റിക് ഹീലിംഗ്, ഈ പ്രയോഗം കേട്ടിട്ടില്ലാത്തവർ വളരെ കുറച്ചായിരിക്കും. HOLISTING. കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ഡോക്ടർമാർ പരീക്ഷിക്കുന്ന ഒരു സമീപനമാണ്. കാരണം ഒരു വ്യക്തിയുടെ ബോഡി, മൈൻഡ്, സ്പിരിറ്റ് ആൻഡ് ഇമോഷൻസ്, ഇത് നാലും തമ്മിൽ കണക്റ്റഡ് ആണ്. ഈ വ്യക്തിയുടെ ഈ 4 ഘടകങ്ങളും അതിൻ്റേതായിട്ടുള്ള സന്തുലിതാവസ്ഥയിലും അതിൻ്റേതായിട്ടുള്ള സ്വസ്ഥതയിലും ആയിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം കാണപ്പെടുന്ന അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുന്ന അസ്വസ്ഥതകൾ മാത്രം ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിയുന്ന ഡോക്ടർമാരാണ് ഈ ബോഡി, മൈൻഡ്, സ്പിരിറ്റ് ആൻഡ് ഇമോഷൻസ് നേരെയാക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് പ്രധാനമായിട്ടും 3 മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ പുണ്യ കർമ്മങ്ങളെ കുറിച്ച് ഉള്ള ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. മക്ക തീർത്ഥാടനത്തിന് പോകുന്ന ആളുകൾ, അവരുടെ സ്വന്തക്കാര്, ബന്ധുക്കാര്, അയൽക്കാര്, അവിടെയുള്ള എല്ലായിടത്തും ചെന്നിട്ട് അവരോട് എല്ലാം യാത്ര പറയുന്ന, കാരണം ഒരു വിടവാങ്ങലിന്റെ പ്രതീതിയിലാണ് പോകുന്നത്. തിരിച്ച് ഇനി വരുമോ എന്ന് ഉറപ്പില്ല എന്നുള്ളത് കൊണ്ട് തിരിഞ്ഞു പോലും നോക്കാതെയാണ് മുന്നോട്ടുള്ള യാത്രയ്ക്കായിട്ട് തീർത്ഥാടനത്തിന് പോകുന്നത്. പക്ഷെ ആ തീർത്ഥാടനത്തിന് മുമ്പായിട്ട് ആത്മാവിനെയും മനസ്സിനെയും ശുദ്ധി വരുത്തിയിട്ട്, വികാരങ്ങളെയും ശുദ്ധി വരുത്തിയിട്ട് ആ യാത്ര പോയുള്ളൂ. രണ്ടാമത് എൻ്റെ ഓർമ്മയുള്ള ഹൈന്ദവ സഹോദരങ്ങളുടെ ശബരിമല തീർത്ഥാടനമാണ്. ശബരിമല തീർത്ഥാടനം അന്ന് നടന്നു തന്നെയാണ് പോകുന്നത്. അന്ന് വാഹനങ്ങളിൽ പോകുന്നത് വളരെ അത്യപൂർവമാണ്. എന്ന് തന്നെയുള്ള അന്നത്തെ കാലത്തെ ഒരുക്കം എന്ന് പറയുന്നത് നീണ്ട ഒരുക്കമാണ്. ചുരുങ്ങിയ 2-3 ദിവസത്തെ ഒരുക്കമല്ല. മാല ഇട്ട് കഴിഞ്ഞാൽ ഒരു മാസത്തിനപ്പുറമുള്ള ഒരു ഒരുക്കമാണ്, വൃദ്ധകാലം. ആ ഒരുക്ക കാലഘട്ടത്തിലും അത് യാത്ര പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ സ്വാമിമാര് അവരുടെ വീടുകളിലും സ്വന്തപ്പെട്ടവരുടെയും അയൽക്കാരുടെയൊക്കെ വീടുകളിൽ ചെന്ന് ആരുടെങ്കിലുമൊക്കെ വഴക്കോ വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് പറഞ്ഞ് അവസാനിപ്പിച്ച് മാപ്പ് ചോദിച്ചും രമ്യതപ്പെട്ടുമാണ് അവർ ആ തീർത്ഥാടനത്തിന് പോയിരുന്നത്. ക്രൈസ്തവ മതത്തിൽപ്പെട്ടവരോട് പ്രത്യേകിച്ച് വളരെ പ്രത്യേകമായിട്ട് അവരോട് പറഞ്ഞിരുന്നത് ഈ ക്ഷമിക്കലിന്റെ അനുരഞ്ജനത്തിന്റെ. കാരണം അനുരഞ്ജനം തമ്മിൽ മനുഷ്യനും തമ്മിൽ അനുരഞ്ജനം ഇല്ലാതെ ദൈവത്തോട് സ്നേഹത്തിൽ ആയിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അടിസ്ഥാന പ്രമാണം. അപ്പൊ ദൈവത്തോട് സ്നേഹത്തിലായിരിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തിൽ ആയിരിക്കാനും സാധിക്കില്ല, ദൈവത്തിൽ എത്തിച്ചേരാനും സാധിക്കില്ല. ആ ദൈവത്തോട് സ്നേഹത്തിലായിരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവം സൃഷ്ടിച്ച സഹോദരങ്ങളോട് സ്നേഹത്തിലായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പകയുടെയും ഒക്കെ ആ ഒരു മാനസിക അവസ്ഥയുള്ള വ്യക്തിക്ക് ഒരിക്കലും ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാവില്ല, ഐശ്വര്യം ഉണ്ടാവില്ല. അപ്പൊ ഈ ഡോക്ടർമാര് ഈ 3 കാര്യങ്ങളെയും അന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് ഈ അടുത്തിടയ്ക്ക് ഡോക്ടറിനോട് പറയാറുണ്ട്. അവർ പറയായിരുന്നു, മനുഷ്യൻ ആത്മീയമായിട്ട് നന്നാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമൊന്നുമല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ കണ്ടുപിടിച്ചു, ആത്മീയമായിട്ട് ആ മനുഷ്യൻ നന്നാവാൻ പരിശ്രമിച്ചാൽ മനസ്സിൽ നിന്ന് പകയും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ പോയിട്ട് മനസ്സിന് സ്വസ്ഥത വരും. ആ മനസ്സിന് സ്വസ്ഥത വരാതെ ഞാൻ ചികിത്സിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഹോളിസ്റ്റിക് ഹീലിംഗിലേക്ക് പോയതെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. വളരെ കൃത്യമാണ് എനിക്കത് തോന്നി. കാരണം ഈ അടുത്ത ആളുകളിലൊക്കെ വായിക്കുന്ന പത്രവാർത്തകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുക. ഒരു വഴക്ക് അത് വിദ്വേഷമായി വൈരാഗ്യമായി പകയായി. ആ പക വീട്ടുന്ന എന്നുള്ളത് അത്രയ്ക്ക് കടുത്ത ഒരു മനസ്സിന്റെ കടുപ്പത്തിലേക്ക്, അത് ഹൃദയ കാഠിന്യത്തിലേക്കൊക്കെ അത് പോയി. കാരണം ആത്മീയമായിട്ടുള്ള സമീപനത്തിലൂടെ മാത്രമേ അവയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന നല്ലതാണ്. എത്ര ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത രോഗത്തിന്റെ കാരണങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിന്റെ റൂട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. മനസ്സിൽ വിദ്വേഷവും വൈരാഗ്യവും പകയും അസ്വസ്ഥതയും വെറുപ്പും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഒരു മരുന്നിനും അതിന്റെ പൂർണ്ണ ഫലം തരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആദ്യമേ മനസ്സ് നന്നാക്കുക, വികാരങ്ങളെ വിശദീകരിക്കുക, ഹൃദയത്തെ നിർമ്മലമാക്കുക. അപ്പോൾ ശരീരത്തിൽ നാം കഴിക്കുന്ന മരുന്നിനും ഫലമുണ്ടാവും, ശരീരവും നന്നാവും. അതുകൊണ്ട് ശരീരവും മനസ്സും ആത്മാവും ഹൃദയവും എല്ലാം, വികാരങ്ങളുടെ ഇരിപ്പിടമായിട്ടുള്ള ഹൃദയവും എല്ലാം തമ്മിൽ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നതെന്നും അവയുടെ ആകമാനമുള്ള ഒരു സ്വസ്ഥത നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തിനും ഐശ്വര്യത്തിനും നന്മയ്ക്കും ആവശ്യമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ശരീരവും മനസ്സും ആത്മാവും ഹൃദയവും നന്നാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.